ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ജീവിതം കടന്നു പോകുന്നത് വലിയ ഒരു ദൗത്യത്തിലൂടെയാണ്. അവിടെ പ്രാർത്ഥനയാണ് ശക്തി. അതിരാവിലെ അവൻ ഉണർന്നു ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇന്ന് ഈ ദൂത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതം കടന്നു പോകുന്നത് പല കാര്യങ്ങളിലും കൂടെയാണ്. അവിടെ ശക്തി പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ്. എങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാകണം. അതിന് ക്രിസ്തു തന്നെ മാതൃക. ഒന്ന് ശ്രദ്ധിച്ചേ, അതിരാവിലെ ഉണർന്നു ആരുമില്ലാത്ത ഒരിടത്തേക്ക് പോയി, ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയുടെ പ്രത്യേകത കണ്ടു. എല്ലാറ്റിനും മുന്നേ ആദ്യം ദൈവത്തോടൊത്താണ് ആരംഭിക്കുന്നത്. അതാണ് പ്രാർത്ഥന. അവിടെ ഏകനായിരുന്ന് ദൈവവുമായി സംസാരിക്കുകയാണ്, ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്, അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അങ്ങനെ വേണം പ്രാർത്ഥന. അങ്ങനെ ആരംഭിക്കുന്നതൊക്കെ അനുഗ്രഹമായി മാറും. ഈ 25 നോമ്പിൽ പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടട്ടെ. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.